start with the sixth set of exercise given in page number 28. Write 3 arithmetic sequences with 30 as the sum of the first 5 terms. 3 arithmetic sequences എഴുതണം. ആ ഓരോ സീക്വൻസിന്റെ ഫസ്റ്റ് 3 ടേംസിന്റെ സം എന്ന് പറയുന്നത് 30 ആയിരിക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 30 ആയിരിക്കണം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് സീക്വൻസ് എടുക്കാം. അപ്പൊ ഞാൻ എന്ത് എക്സാമ്പിൾ ആയിട്ട് ഒരു സീക്വൻസ് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4 ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഞാൻ എടുക്കുകയാണ്. ഈ സീക്വൻസിന്റെ സം 30 ആവണം അല്ലെ? അതിന് ഞാൻ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4 is equal to 30. Okay, so 5x plus 1, 2, 3, 3 plus 3, 6, 6 plus 4, 10 is equal to 30. So 5x no 30 minus 10, 20. Therefore, x equal to 20 by 5 equals 4. Middle term എന്ന് പറയുന്നത് 4 ആയി. Sorry, middle term അല്ല, x എന്ന് പറയുന്നത് 4. അതായത് ഫസ്റ്റ് ടേം 4. ഇനി ബാക്കി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയായി? 4 plus 1 5, 4 plus 2 6, 7, 8 etc. അപ്പൊ ഈ സീക്വൻസ് വന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാനൊരു സീക്വൻസ് എഴുതിയതാണ്. ആ സീക്വൻസിനെ ഫസ്റ്റ് 5 ടേംസ് കൂട്ടുമ്പോൾ 30 കിട്ടണം എന്നേ ഉള്ളൂ. അതിനനുസരിച്ചാണ് എനിക്ക് വാല്യൂസ് കിട്ടിയത്. ഇത് കൂട്ടി നോക്കിയേ. 4 plus 5 9, 9 plus 6 15, 15 plus 7 plus 8 15 ആ. 15 plus 15 30 അല്ലെ? ഇനി അടുത്ത 3 സീക്വൻസ് ഇതുപോലെ എഴുതണം. വേറൊരു സീക്വൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈവൻ നമ്പേഴ്സ് പോലെ കൂട്ടിപ്പോ. ആദ്യത്തെ നമ്പർ എക്സ്, പിന്നെ എക്സ് പ്ലസ് 2 കൂട്ടുകയാണ്. എക്സ് പ്ലസ് 2, പിന്നെ എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 8 എക്സെട്ര. ഇങ്ങനെ ഈവൻ നമ്പേഴ്സ് വരുന്ന പോലെ കൂട്ടുകയാണ്. ഓക്കെ, ഇനി ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? അതും 30 തന്നെയായിരിക്കണം. എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 8 ഈക്വൽസ് 30. അതായത് 5x പ്ലസ് 2 പ്ലസ് 4 6, 6 പ്ലസ് 6 8, 8 പ്ലസ് 6 16 ഈക്വൽസ് 30. 6 plus 6 12, 12 plus 8 20. 5x plus 20 equals 30. Therefore 5x equals 30 minus 20 equals 10. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്രയായി? 10 by 5 equals 2. അപ്പോൾ ഈ x ന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2, പിന്നെ 2 plus 2 4, 4 plus 4 2 plus 4 6, 2 plus 6 8, 10 etc. അടുത്ത സീക്വൻസ് കിട്ടി. ഇനി മൂന്നാമത്തെ സീക്വൻസ് അത് ഞാൻ വേറെ രീതിയിൽ എഴുതുവാണ്. ഇത് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. x plus 3, x plus 6, x plus 9, 3 യുടെ പവേഴ്സ് 3, 6, 9, x plus 12 etc. അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്ര തന്നെ വരണം? സം 30. അപ്പൊ ആദ്യത്തെ 5 ടൈംസ് ഞാൻ കൂട്ടുകയാണ്. x plus 3, x plus 6, 9, x plus 12 equals 30. ആദ്യം ചെയ്തതുപോലെ തന്നെ 5x plus 9, 9 plus 9 18, 18 plus 12 30 equal to 30. അപ്പോൾ 5x എന്ന് പറയുന്നത് 30 minus 30 equals 0. Therefore x equal to 0 by 5 which is equal to 0. അപ്പോൾ ഇവിടെ x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? 0, 0 plus 3, 0 plus 6, 6, 0 plus 9, 9, 0 plus 12, 12 etc. ഇതായിരിക്കും ആ സീക്വൻസ്. അപ്പോൾ 3 അരിത്തമെറ്റിക് സീക്വൻസസ് ഏതൊക്കെയാ? 4, 5, 6, 7, 8 etc. 2, 4, 6, 8, 10 etc. 0, 3, 6, 9, 12 etc. ഈ 3 അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 5 ടേംസ് കൂട്ടിക്കഴിഞ്ഞാൽ 30 ആൻസർ കിട്ടും. ഓക്കെ, now move on to the second question. The first term of an arithmetic sequence is 1 and the sum of first 4 terms is 100. Find the first 4 terms. ഒരു arithmetic സീക്വൻസിന്റെ ഫസ്റ്റ് ടേം a ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എത്രയാ? 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 ടേംസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോസ് ചെയ്ത് എഴുതാം എ ഇത് ഫസ്റ്റ് ടേം, അടുത്ത എന്തായിരിക്കും എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. ഇങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് പോണേ ഫസ്റ്റ് 4 ടേംസ്. അപ്പൊ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും 100, അതായത് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d പ്ലസ് എ പ്ലസ് 3d ഈക്വൽസ് 100. ഓക്കെ, ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസ്. ഇതാണ് ഫസ്റ്റ് 4 ടേംസ് നമ്മൾ സപ്പോസ് ചെയ്യാണ്. എന്നിട്ട് അത് 4 കൂട്ടി കഴിഞ്ഞാൽ 100 കിട്ടും. ഇനി നമുക്ക് ഇത് എത്രയാന്ന് നോക്കാം. 1 2 3 4 4a പ്ലസ് ഡി എത്രയുണ്ട് 2d 3d 5d പ്ലസ് 1 6d ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഫസ്റ്റ് ടേം എ എത്രയാ 1 ആണ്, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 into 1 പ്ലസ് 6d ഈക്വൽസ് 100. Therefore 6d എന്ന് പറഞ്ഞാൽ എത്രയാ 100 minus 4 is equal to 96. Okay, therefore d is equal to 96 divided by 6. എത്ര പ്രാവശ്യം പോകും? ഇവിടെ 1 ബാക്കി 3 36 6 ടൈംസ്. അപ്പൊ d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ 16. അപ്പൊ ഇനി വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് 4 ടേംസ് കിട്ടില്ലേ? കിട്ടും. അപ്പൊ എന്തായി നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ 1, പിന്നെ എ പ്ലസ് ഡി എ പ്ലസ് 16 1 പ്ലസ് 16 17. അടുത്തത് എ പ്ലസ് 2d, അതായത് 1 പ്ലസ് 2 into 16 ചെയ്യണം. 2 into 16 എന്ന് പറയുമ്പോൾ 32 32 പ്ലസ് 1 33. കോമ അടുത്തത് എ പ്ലസ് 3d 3 into 16 3 into 16 എന്ന് പറയുമ്പോൾ 48 48 പ്ലസ് 1 49 എക്സെട്ര. അപ്പൊ ഇതാണ് അതിന്റെ വാല്യൂസ് 1 17 33 49. അതാണ് ഫസ്റ്റ് 4 ടേംസ്. ഓക്കെ, now move on to the third question. Prove that for any 4 consecutive terms of an arithmetic sequence, the sum of the two terms on the two ends and the sum of the two terms in the middle are the same. നമുക്ക് ആദ്യം 4 കോൺസിക്യൂട്ടീവ് ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് എഴുതാം. ഇപ്പൊ കുറച്ചും ഒക്കെ എഴുതിയ പോലെ തന്നെ എ പ്ലസ് ഡി എ പ്ലസ് 2d എ പ്ലസ് 3d എക്സെട്ര. ഇതാണ് ഫസ്റ്റ് 4 ടേംസ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടിയാലും ഈ മിഡിലുള്ള 2 ടേംസ് തമ്മിൽ കൂട്ടുന്നതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താ ഇതിനെ നമ്മൾ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം is equal to sum of two middle terms. അല്ലെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എ പ്ലസ് 3d. ഇതൊന്നാണ് പൊസിഷൻ ആണ് 1 2 3 4. അപ്പൊ 1ഉം 4ഉം തമ്മിൽ കൂട്ടണതും 2 പ്ലസ് 3 ചെയ്യുന്നതും സെയിം ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എ പ്ലസ് 3d is equal to ഇത് എത്രയാ? എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d. ഓക്കെ, എ പ്ലസ് 3d എന്ന് പറഞ്ഞാൽ എത്രയാ? 2a പ്ലസ് 3d is equal to ഇത് എത്രയാ? എ പ്ലസ് എ 2a d പ്ലസ് 2d 3d. രണ്ട് സെയിം വാല്യൂ അല്ലേ കിട്ടിയേ? അതെ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു എന്താ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേം is equal to sum of two middle terms. Okay, now move on to the fourth question. Write 4 arithmetic sequences with 100 as the sum of the first 4 terms. നമുക്ക് ആകെ തന്നിരിക്കുന്ന ഫസ്റ്റ് 4 ടേംസ് കൂട്ടുമ്പോൾ 100 കിട്ടുന്ന 4 അരിത്തമെറ്റിക് സീക്വൻസസ് കാണാനാണ് പറയുന്നത്. വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടാൻ പാകത്തിനുള്ള രീതിയിൽ നമ്മൾ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോമിൽ എഴുതും. അതായത് എക്സ് മൈനസ് 3d എക്സ് മൈനസ് ഡി എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 3d. ഇതാണ് 4 ടേംസ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാണ്. ഓക്കെ, എക്സ് മൈനസ് 3d അതായത് മൈനസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയേ, എക്സ് മൈനസ് ഡി മൈനസ് എക്സ് മൈനസ് മൈനസ് പ്ലസ് 3d. മൈനസ് മൈനസ് പോയി 3 മൈനസ് 2d ആയിരിക്കും കോമൺ ഡിഫറൻസ് വരുന്നത്. ആ രീതിയിൽ നമ്മൾ എഴുതുവാണ്. അതായത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് മറ്റേ പാട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടില്ല. ഇവിടെ വേറെ ഒരു വാല്യൂ തന്നില്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിന് ക്യാൻസൽ ചെയ്ത് പോകാൻ പാകത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയെടുക്കുന്നതാണ്. എക്സ് മൈനസ് 3d പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 3d ഈക്വൽസ് എത്രയാണോ പറഞ്ഞേക്കണേ? 4 ടേംസ് കൂട്ടി കഴിഞ്ഞാൽ 100 ആണെന്നാണ് പറഞ്ഞേക്കണേ. 100. ഓക്കെ,
ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. മൈനസ് 3d പ്ലസ് 3d പോയി, മൈനസ് ഡിയും പ്ലസ് ഡിയും പോയി. ബാക്കി എത്രയുണ്ട്? 4x ഈക്വൽസ് 100. Therefore x equals 100 by 4 equals 25. അപ്പോൾ x ന്റെ വാല്യൂ 25 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് സീക്വൻസ് ചെയ്താൽ ഈ x ന്റെ വാല്യൂ മാത്രം മതിയോ? പോരാ, നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. പക്ഷെ കോമൺ ഡിഫറൻസിനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോന്നിനും ഡിക്ക് ഓരോ വാല്യൂ കൊടുത്ത് എഴുതാൻ പോവാണ്. ഡിക്ക് 1 ആയിരുന്നെങ്കിൽ 1 ആണെങ്കിൽ എത്ര വാല്യൂ വരും? ഇഫ് ഡി ഈക്വൽ ടു 1 എത്രയാ വരിക? എക്സ് എന്ന് പറയുന്നത് 25 ആണ്. 25 മൈനസ് 3 ഇൻറ്റു 1 വരും. 25 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 22. ഓക്കെ, ഇനി 25 മൈനസ് 1 24. 25 പ്ലസ് 1 26. 25 പ്ലസ് 3 28. ഇതാണ് ഒരു സീക്വൻസ്. ഓക്കെ, ഇനി ഡിയുടെ വാല്യൂ 2 ആണെങ്കിൽ എത്ര വരും? എക്സ് മൈനസ് 3d എന്ന് പറയുമ്പോൾ എത്രയാ? എക്സ് മൈനസ് 3d, അതായത് 25 മൈനസ് 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 6 ആണ്. 25 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 19. അപ്പൊ ആദ്യത്തെ വാല്യൂ 19 വരും. അതുപോലെ എക്സ് മൈനസ് ഡി 25 മൈനസ് 2 23. 25 പ്ലസ് 2 27. 25 പ്ലസ് 6 എത്രയാ? 25 പ്ലസ് 6 31 എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് 4 അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ d ഈക്വൽ ടു 3 കാണാം. അപ്പൊ എന്താ തന്നെ? 25 മൈനസ് 3 ഇൻറ്റു 3 9. 25 മൈനസ് 9 എന്ന് പറയുമ്പോൾ 16. ഓക്കെ, ഇനി 25 മൈനസ് 3. 25 മൈനസ് 3 22. ഓക്കെ, 25 പ്ലസ് 3 28. 25 പ്ലസ് 3 into 3 9. 25 plus 9 34. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഡിക്ക് ഇങ്ങനെ വാല്യൂസ് കൊടുക്കാൻ? നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ തന്നിരിക്കണം ഒരു സീക്വൻസിലെ 4 ഫസ്റ്റ് 4 ടേംസ് കൂട്ടുമ്പോൾ 100 കിട്ടണം. അങ്ങനെയുള്ള 4 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ വാല്യൂസ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ ഡിക്ക് 1 2 3 4 ഇട്ട് ഈ സീക്വൻസിന് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇനി 4 ഇത് കാണാം. x minus 3d, അതായത് 25 minus 3 into 4 12. 25 minus 12 ചെയ്യണം. എത്രയാ അത്? 13. ഓക്കെ, ഇനി അടുത്ത എത്ര വരും? x minus d, അതായത് 25 minus 4 21. 25 അടുത്തത് x plus d, അതായത് 4 plus 25 plus 4 29. അടുത്തത് 25 plus 3 into 4 12. 25 plus 12 ചെയ്യണം, അതായത് 37 എക്സെട്ര. അപ്പൊ സീക്വൻസ് കിട്ടിയണ്ടോ? 4 സീക്വൻസസ്. ഈ 4 സീക്വൻസിന്റെ ഫസ്റ്റ് 4 ടേംസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും വാല്യൂ 100 ആയിരിക്കും വരുന്നത്. ഓക്കെ.